സീസൺ 7 മലയാളം. അപ്പോൾ ഇന്ന് ഞാൻ ആതിര എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിന് മുന്നേ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആതിര നല്ലൊരു ക്വാളിറ്റി പ്ലെയർ ആണെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാനത് മാറ്റി പറയാണ്, ഇറിറ്റേറ്റിംഗ് പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ അനീഷ് വന്നിട്ട് പ്ലേറ്റ് കഴുകി വയ്ക്കാനൊക്കെ പറയുമ്പോൾ അതിൽ തിരിച്ചു കൊടുക്കുന്ന റെസ്പോൺസും എനിക്ക് ഭയങ്കര നിലവാരമില്ലാത്ത രീതിയിലാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവിടെ ബെഡ്ഷീറ്റൊക്കെ വലിച്ചു വാരിയിടുന്നത്, അതായത് അനീഷിനോടുള്ള ദേഷ്യം ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തെറിയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ അത് നല്ല ക്വാളിറ്റി അല്ല. അപ്പോൾ അതുമാത്രമല്ല, ഇന്ന് രാവിലെ നൂറയ്ക്കുള്ള മെഡിസിൻ കൊണ്ടുവന്ന് നൂറയ്ക്ക് കൊടുക്കുമ്പോൾ നൂറ ഹാൻഡിൽ ചെയ്ത രീതിയും ആദില ഹാൻഡിൽ ചെയ്ത രീതിയും ഡിഫറൻസ് ഉണ്ട്. കാരണം നൂറ നല്ല രീതിക്ക് നല്ലതുപോലെ സൗമ്യമായിട്ടാണ് പറയുന്നത്, പക്ഷേ ആദില നേരെ വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കാണിക്കുന്ന ആരോട്, അനീഷിനോട്. അപ്പോൾ എന്താ വെച്ചാൽ മെഡിസിൻ കൊണ്ടുവന്ന് നൂറയ്ക്ക് കൊടുക്കുമ്പോൾ നൂറ പറയുന്നത്, എനിക്ക് വേണ്ട മെഡിസിൻ, എന്നെ ഇഷ്ടമല്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഒന്നും വാങ്ങിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ വീണ്ടും അനീഷ് പറയുന്നുണ്ട്, നൂറ അത് ഇഷ്ടക്കേടിൻ്റെ കാര്യമില്ല, ഇതൊരു മെഡിസിൻ ആയതുകൊണ്ടാണ്, വേണ്ട എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല, എന്നെ ഇഷ്ടമല്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങിക്കുന്നത് ഇഷ്ടമല്ലെന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നൂറ പറയുന്നുണ്ട്. പക്ഷേ അതിൽ കയറി ഗോൾ അടിക്കുകയാണ് ആദില. പക്ഷേ അവിടെ കയറി ഗോൾ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഷീ ഹാസ് ഹർ ഓൺ ഒപ്പീനിയൻ. പക്ഷേ അവിടെ പറയേണ്ടത് ഭയങ്കര ദേഷ്യത്തിലാണ് പറയുന്നത്. അപ്പോൾ നൂറ അപ്പോൾ പറയുന്നുണ്ട്, ആദില എന്നോടല്ലേ പറയുന്നത്. പക്ഷേ അതൊന്നും കേൾക്കാതെ ആദില അതിൽ കയറി എന്താണ് സ്പേസ് ഉണ്ടാക്കി അനീഷിന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അത് അവിടെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അപ്പോൾ അതിന് ശേഷം ഇന്ന് മേക്കപ്പ് റൂമിൽ ഇരുന്നിട്ട് നൂറ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, ആദില ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ ദേഷ്യപ്പെടുന്ന അതൊക്കെ ഒന്ന് കുറയ്ക്കണം, പിന്നെ വേണ്ടാത്ത രീതിയിലുള്ള സംസാരങ്ങൾ കുറേ, അത് സത്യമാണ്, കുറേ എന്താണ് ബാഡ് രീതിയിലുള്ള ഒരു സംസാരം ആദിലയുടെ വായിന്ന് വീഴുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നൂറ. പക്ഷേ അതൊന്നും ആ തെറ്റ് മനസ്സിലാക്കുന്നില്ല ആദിലയ്ക്ക് എന്തോ ഒരു, അതായത് ബ്ലെയിം ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിന് മുന്നേയൊക്കെ നൂറ പറയുമ്പോൾ അതിൽ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന് നൂറ പറയുന്നത്, കാരണം ഇന്നലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നൂറയുടെ ഗ്രാഫിങ്ങിന് സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്, അതായത് വീക്ക് പ്ലെയറിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് വരുന്നു എന്നുള്ളത് പറഞ്ഞത് അത് ആദിലയുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നലെ തന്നെ അത് ആദില പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മുന്നോട്ട് വരണമെന്ന് ഞാൻ ആരോട് നൂറയോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ കയറി വന്നെന്നുള്ള രീതിയിൽ ആ ഒരു ക്രെഡിറ്റ് ആദില ഇന്നലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ആദിലയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ നൂറ